Good evening. കേൾക്കാമല്ലോ എല്ലാവർക്കും? റൈറ്റ്, നമുക്ക് തുടങ്ങാം. സീക്വൻസ് സീരീസ് ആണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താ സീക്വൻസ് സീരീസിൽ ആദ്യത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത്? എന്താണ് സീക്വൻസ് ഡിസ്കസ് ചെയ്തു, എന്താണ് സീരീസ് പഠിച്ചു, പിന്നെ കുറച്ച് സ്പെഷ്യൽ സീരീസ് പഠിച്ചു, ഒരു സീക്വൻസിൻ്റെ ലക്ഷണം പഠിച്ചു, പിന്നെ ആദ്യത്തെ പ്രോഗ്രഷൻ അരിത്മെറ്റിക് പ്രോഗ്രഷൻ. ആദ്യത്തെ സീക്വൻസ് ആണ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ. നമ്മൾ 4 പ്രോഗ്രഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ബോർഡിന് 2 പ്രോഗ്രഷൻസേ ഉള്ളൂ, എ പിയും ജി പിയും മാത്രം. അല്ല, നമ്മൾ ആദ്യം എ പി ഡിസ്കസ് ചെയ്തു, അരിത്മെറ്റിക് പ്രോഗ്രഷൻ. അപ്പം കോമൺ ഡിഫറൻസ് എ പ്ലസ് ഡി, എ പ്ലസ് 2d, അതിനാണ് എ പി എന്ന് പറയുക. അപ്പം ഡി ആണ് കോമൺ ഡിഫറൻസ്. അത് കൂട്ടലാവാം കുറയ്ക്കലാവാം. അപ്പോൾ അതിൽ 2 ഫോർമുലാസ് പഠിക്കണം. എന്തൊക്കെയാണ് 2 ഫോർമുലാസ്? nth ടേം ഇസ് a പ്ലസ് n മൈനസ് 1d, പിന്നെ സം ടു n ടേംസിൻ്റെ ഫോർമുല n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം, അല്ലെങ്കിൽ n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1d. പിന്നെ എ പിയുടെ 2 പ്രധാന പ്രോപ്പർട്ടി നിങ്ങൾ പഠിക്കണം. x1, x2, x3, x4. എ പി ആണെങ്കിൽ x1 പ്ലസ് x4ഉം x2 പ്ലസ് x3യും സെയിം ആയിരിക്കും. n ടേംസിൻ്റെ സമ്മ് സെയിം ആയിരിക്കും. പിന്നെ ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവും. ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ ഉണ്ടാവും, നടുക്ക് ഒരു ടേം ഉണ്ടാവുക. നടുക്ക് ഒരു ടേം ഉണ്ടാകുമ്പോൾ ആ ടേമിൻ്റെ ഡബിൾ ആയിരിക്കും n ടേംസിൻ്റെ സം. അതുകൂടി നിങ്ങൾ ഓർക്കണം. ഓക്കെ, നമ്മൾ പിന്നെ കുറച്ച് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു. എ പിയിലെ കുറച്ച് ജനറൽ ക്വസ്റ്റ്യൻസ് ചെയ്തു. പിന്നെ നമ്മൾ ഈ ഒരു ചോദ്യം ചെയ്തു, അത് വളരെ നല്ല ചോദ്യമാണ്. ഇൻ എ പി റേഷ്യോ ഓഫ് സം ഓഫ് m ടേംസ് ടു സം ഓഫ് n ടേംസ് ഇസ് m² ഇസ് n² ആണെങ്കിൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് റേഷ്യോ ഓഫ് mth ടേം ടു nth ടേം? ഇത് നല്ല ചോദ്യമാണ്, പഠിക്കണം. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതൊരു എക്സാമ്പിൾ 5. എക്സാമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിളാണ്, എന്നാലും നമ്മൾ ഡിസ്കസ് ചെയ്യാം. സം ഓഫ് n ടേംസ് ഓഫ് എൻ എ പി നമ്മൾ ഡിസ്കസ് ചെയ്തു. സം ടു n ടേംസ് ഓഫ് എൻ എ പി എപ്പോഴും quadratic expression in n ആയിരിക്കും, containing no constant term. It will be always of the form an² plus bn. nth term of an AP എപ്പോഴും linear അല്ല quadratic expression in n ആയിരിക്കും. It will be always an². It is always of the form an² plus bn form ആയിരിക്കും. nth term of an AP. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഹോൾഡ് ചെയ്യും, അത് ഓർക്കുക കേട്ടോ. ഓക്കെ, നൗ വിൽ സ്റ്റാർട്ട് ദിസ് ക്വസ്റ്റ്യൻ. എക്സാമ്പിൾ നമ്പർ 5. ഇഫ് ദ സം ഓഫ് n ടേംസ് ഓഫ് എൻ എ പി ഇസ് എൻ പി പ്ലസ് ഹാഫ് ഇൻറ്റു n മൈനസ് 1 ക്യൂ. കണ്ടോ, ഇവിടെ അതെ ഹാഫ് ഇൻറ്റു n മൈനസ് 1 ക്യൂ ആൻഡ് പി ആൻഡ് ക്യൂ ആർ കോൺസ്റ്റൻസ്, ദെൻ ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ്. ഇത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? എസ് എൻ്റെ ഫാമിലി വാല്യൂ എന്താ? എൻ പി പ്ലസ് മൾട്ടിപ്ലൈ ദ ഹാഫ് ഇൻറ്റു n² മൈനസ് n വരും, ഇൻറ്റു ക്യൂ എന്ന് വരും അല്ലേ? ഹാഫ് ഇൻറ്റു n² മൈനസ് n ഇൻറ്റു ക്യൂ എന്ന് വരും. അപ്പോൾ ഫൈൻഡ് പിയും ക്യൂവും കോൺസ്റ്റന്റ് ആണ്. വാട്ട് ഇസ് ദ കോമൺ ഡിഫറൻസ്? അപ്പോൾ ആദ്യം a1 കാണും. a1 എന്ന് പറഞ്ഞാൽ h1 തന്നെയാണ്. വാട്ട് ഇസ് a1 h1? ഇറ്റ് ഇസ് n-ന് പകരം 1 കൊടുക്കുക. ഇറ്റ് ഇസ് p പ്ലസ് ഹാഫ് ഇൻറ്റു 1 മൈനസ് 1 0. ഇറ്റ് ഇസ് p പ്ലസ് ഹാഫ് ഇൻറ്റു 0. അപ്പോൾ p പ്ലസ് ഹാഫ് ഇൻറ്റു 0, a1ൻ്റെ വാല്യൂ എന്താ? a1 is p. ഇനി വാട്ട് ഇസ് a2? a2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം ആണ്. സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ s2 മൈനസ് s1 ആണ്. സം ഓഫ് ഫസ്റ്റ് 2 ടേംസ് മൈനസ് സം ഓഫ് ഫസ്റ്റ് ടേം s2 മൈനസ് s1 ആണ് a2. s2 എന്ന് പറഞ്ഞാൽ ഇതിൽ n-ന് പകരം 2 കൊടുക്കാം. 2 കൊടുക്കുമ്പം 2p പ്ലസ് ഹാഫ് ഇൻറ്റു 2² മൈനസ് 2, ദറ്റ് ഇസ് 2 ഇൻറ്റു ക്യൂ. ഇതാണ് s2. n-ന് പകരം 2 കൊടുക്കുക. 2² മൈനസ് 2 പറഞ്ഞാൽ 4 മൈനസ് 2 2 മൈനസ് s1. s1ൻ്റെ വാല്യൂ p തന്നെയാണ്. അപ്പോൾ a2ൻ്റെ വാല്യൂ എന്താ മക്കളെ? a2ൻ്റെ വാല്യൂ 2p മൈനസ് p പ്ലസ് q. അപ്പോൾ a2ൻ്റെ വാല്യൂ q ആണ്. അപ്പം നിങ്ങൾക്കറിയാം ഇത് എന്തായാലും ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ ഇൻ n ആണ്, കണ്ടെയ്നിങ് നോ കോൺസ്റ്റന്റ് ടേം ആണ്. അതുകൊണ്ട് ഇത് എ പി ആണെന്ന് അറിയാം. അപ്പോൾ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കണ്ടാൽ മതിയാവും. ചോദ്യം കോമൺ ഡിഫറൻസ് ആണ് ചോദിച്ചത്. വാട്ട് ഇസ് കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസ് ഇസ് a2 മൈനസ് a1. ആൻഡ് വാട്ട് ഇസ് a2? p പ്ലസ് q ആൻഡ് a1 ഇസ് p. ഇറ്റ് ഇസ് p പ്ലസ് q മൈനസ് p. p വെട്ടിപ്പോവും. therefore common difference d is equal to q. അപ്പോൾ q is the answer. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന insertion of AMs between two numbers. Inserting
inserting n AMs between A and B. എൻ്റെയും ബിൻ്റെയും ഇടയിൽ AMs ഇൻസേർട്ട് ചെയ്യുക എങ്ങനെയാണ്? ഹൗ ടു ഇൻസേർട്ട് AMs between A and B. ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം 2, 4, 6, 8, 10. 2, 4, 6, 8, 10. ഞാനിവിടെ ഇത് മായ്ച്ചു കളയാണ്. 2ൻ്റെയും 10ൻ്റെ ഇടയിൽ സപ്പോസ് യു വാണ്ട് ടു ഇൻസേർട്ട് 1 AM. ഹൗ ടു ഇൻസേർട്ട് 1 AM between 2 and 10? 2ൻ്റെയും 10ൻ്റെ ഇടയിൽ ഒരു AM എങ്ങനെ ഇൻസേർട്ട് ചെയ്യുക? ഇവിടെ ലെറ്റ് ഇറ്റ് ബി x1 ആണ് ഒരു AM ചോദിച്ചോളൂ. ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദ റിസൾട്ടിങ് സീക്വൻസ് വിൽ ഫോം എൻ അരിത്മെറ്റിക് പ്രോഗ്രഷൻ. അതാണ് ലോജിക്ക്. ഇഫ് യു ഇൻസേർട്ട് അരിത്മെറ്റിക് മീൻ ബിറ്റ്വീൻ 2 numbers, 1 AM ആണെങ്കിലും 2 AM ആണെങ്കിലും 100 AMs വേണമെങ്കിലും ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഇൻസേർട്ട് ചെയ്താൽ കിട്ടുന്ന സീക്വൻസ് ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആയിരിക്കും. അപ്പോൾ x1 അരിത്മെറ്റിക് മീൻ ആണ്, ഒരു AM ആണെങ്കിൽ 2, x1, 10 will be an AP. ഇനി suppose you are inserting 2 AMs. There are 2 AMs between A and B, between 2 and 10. 2ൻ്റെയും 10ൻ്റെ ഇടയിൽ 2 AMs ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ചോദിച്ചോളൂ. അപ്പോൾ എന്താ 2 എഴുതുക, ഇവിടെ 10 ഉണ്ട്. അപ്പം നമ്മൾ 2 AMs ഇൻസേർട്ട് ചെയ്യണം, x1ഉം x2. അപ്പം ഇവിടെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് 2 AMs ആണ്. അപ്പോൾ how to find the value of x1? ഇത് AP ആവും. ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ they will form an AP. How to find x1? ഇത് AP ആണെങ്കിൽ 10 എന്ന് പറയുന്നത് തേർഡ് ടേം ആണ്. അപ്പോൾ തേർഡ് ടേം ആണ് 10. അപ്പോൾ ഇതിൽ നിന്ന് എന്താ കിട്ടുക? From this you get third term is 10. A3 ആണ് 10 അല്ലേ? This is first term A1, this is A2, this is A3. Third term ആണ് 10. അപ്പോൾ you can see that അതെ. അപ്പോൾ A plus 2D ആണ് 10. അപ്പോൾ എയുടെ വാല്യൂ എന്താ? 2 ആണ്. അപ്പോൾ 2 plus 2D ആണ് 10. അപ്പം ഡിയുടെ വാല്യൂ കാണും. 2D is equal to 8 or D is equal to 4. അപ്പോൾ you get D is equal to 4. അപ്പോൾ D 4 ആണെങ്കിൽ what is this? 2 plus 4. അപ്പോൾ 2 plus 4 ആണ് പോയിന്റ്. അപ്പോൾ what are the point? What are the insertion? Insert ചെയ്യുന്ന എങ്ങനെയാണ് കിടാം? It is 2 plus D. But it is 2, 6, 10. Right? Now, how to insert x1 and x2 between x and 10? 2D 10ൻ്റെ ഇടയിൽ ഈ 10 പറയുന്നത് എത്തായിരിക്കും? 10 പറയുന്നത് എത്രാമത്തെ ടേം ആയിരിക്കും? 10 പറയുന്നത് 1, 2, 3, 4ാമത്തെ ടേം ആയിരിക്കും. അപ്പം യു സീ ദാറ്റ് A4 ആണ് 10. ആൻഡ് വാട്ട് ഈസ് A4? A plus 3D ആണ് 10. Now what is A? A is 2. അപ്പോൾ 2 plus 3D ആണ് 10. അപ്പോൾ 3Dയുടെ വാല്യൂ ആണ് 8. അപ്പോൾ Dയുടെ വാല്യൂ എന്താ? 8/3. അപ്പോൾ what is x1? x1 will be 2 plus 8/3 and x2 will be 2 plus 8/3 plus 8/3. D കാണാം, അത്രയേ ഉള്ളൂ. റൈറ്റ്. അപ്പോൾ ജനറലി എങ്ങനെയാണ് നിങ്ങൾ കാണാം? എങ്ങനെയാണ് കാണാം? എയും ബിയും 2 നമ്പേഴ്സ് ആണെങ്കിൽ ഹൗ ടു ഇൻസേർട്ട് n AMs between A and B. അപ്പോൾ നിങ്ങൾ ഇൻസേർട്ട് ചെയ്യുന്ന സാധനം ലെറ്റ് ഇറ്റ് ബി x1, x2, x3, etc. xn be the n AMs between A and B. Let x1, x2, etc. xn be n AMs between A and B. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ A, x1, x2, etc. xn, b will form an arithmetic progression. അല്ലെ? അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആകുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ബി പറയുന്നത് എത്രാമത്തെ ടേം ആയിരിക്കും? നോക്കൂ, ഇത് ഫസ്റ്റ് ടേം ആണ്, ഇത് സെക്കൻഡ് ടേം ആണ്. അപ്പോൾ ഇത് n+1 ടേം ആണ്. അപ്പോൾ ബി പറയുന്നത് n+2 ടേം ആയിരിക്കും അല്ലേ? അപ്പോൾ ബി ഈസ് n+2 ടേം. അപ്പോൾ A n+2 ആണ് ബി. അപ്പോൾ വാട്ട് ഈസ് n+2 ടേം? A plus n+1 D ആണ് ബി. അത് ഡിയുടെ വാല്യൂ കാണും. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ഡി? Therefore n+1 D ആണ് B minus A.
What is D? D is equal to B minus A by N plus 1. But D കിട്ടിയാൽ പണി കഴിഞ്ഞു. What is D? What is X1? Therefore, you can say, what is X1? X1 will be A plus D. X2 will be, ആദ്യത്തെ AM A plus D ആയിരിക്കും. X2 will be A plus 2D. X3 will be A plus 3D. And etc. Xn will be A plus ND. You will get X1, X2, etc. Xn by substituting D equals B minus A by N plus 1. ഇതാണ് തിയറി. നമുക്ക് ഇതിൽ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഇത്രയും ആലോചിക്കേണ്ടത് എയും ബിയും രണ്ട് നമ്പേഴ്സ് ആണ്, അതിൻ്റെ ഉള്ളിൽ എത്ര വേണമെങ്കിലും AMs ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ AMs എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം? X1, X2, etc. Xn AM ആണെങ്കിൽ അവർ വെച്ചാൽ അത് അരിത്മെറ്റിക് പ്രൊവിഷൻ ആവും. അത്രയേ ഉള്ളൂ. അപ്പോൾ അന്ന് കോമൺ ഡിഫറൻസ് കാണാം. കോമൺ ഡിഫറൻസ് കണ്ടാൽ ഫസ്റ്റ് AM എന്തായിരിക്കും? A plus D. സെക്കൻഡ് AM എന്തായിരിക്കും? A plus 2D, etc. നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. നമുക്ക് insert 6 numbers between 3 and 24 such that the resulting sequence is an AP. 3ന്റെയും 24ന്റെ ഇടയിൽ 6 AMs insert ചെയ്യണം. You are inserting 6 numbers. Well, let the numbers be X1, X2, X3, X4, X5 and X6. 6 numbers ഇവരാണ് ചോദിക്കുക. അപ്പോൾ ഈ ഇൻസേർട്ട് ചെയ്താൽ they will be forming an arithmetic progression. But 24 എന്ന് പറയുന്നത് 8ാമത്തെ ടേം ആയിരിക്കും. 3 അടക്കം ഇവിടെ 7ാമത്തെ ടേം ആണ്. അപ്പൊ 24 പറയുന്നത് 8ാമത്തെ ടേം ആയിരിക്കും. 24 will be the 8th term. അല്ലേ? അപ്പം A8 ആണ് 24. What is A8? A plus 7D ആണ് 24. എന്താ എയുടെ വാല്യൂ? 3 ആണ്. അപ്പൊ 3 plus 7D ആണ് 24. അല്ലേ മക്കളെ? സിമ്പിൾ അല്ലേ? 3 plus 7D ആണ് 24. അപ്പൊ 7Dയുടെ വാല്യൂ എന്താ? 24 minus 3. അപ്പൊ Dയുടെ വാല്യൂ 24 minus 3 is 21. അപ്പൊ Dയുടെ വാല്യൂ എന്താ? 3. ആ 3 ഇവിടെ പ്ലഗ് ചെയ്താൽ കിട്ടിയ ആൻസർ. വാട്ട് ഇസ് ദ വാല്യൂ? X1ന്റെ വാല്യൂ എന്താ? The value of X1 is 3, X1 പകരം എന്ത് എഴുതാം? ആ ഇൻസേർട്ട് ചെയ്യുന്ന നമ്പേഴ്സ് എഴുതാണ് കേട്ടോ. 3 plus 3 6 plus 3 9 plus 3 12 plus 3 15 plus 3 18 plus 3 21 plus 3 ആണ് 24. അപ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്തു. ഇത്രയും ഈ മഞ്ഞയിൽ കാണുന്നതാണ്. യു ഹാവ് ഇൻസേർട്ടഡ് 6 AMs between 3 and 24. അത്രയേ ഉള്ളൂ. അപ്പോൾ AMs ഇൻസേർട്ട് ചെയ്താൽ അവർ AP ആവുമെന്ന് മാത്രം മനസ്സിലാക്കുക. പറയാൻ പോകുന്നത് GMs ആണ് ഇൻസേർട്ട് ചെയ്തെങ്കിൽ GP ആവും, HMs ആണ് ഇൻസേർട്ട് ചെയ്തെങ്കിൽ HP ആവും. HP പഠിക്കാനില്ല, എന്നാലും നമുക്ക് നോക്കാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. സം ഓഫ് ഓഡ് ഇൻറ്റിജേഴ്സ് ഫ്രം 1 to 2001. ഫൈൻഡ് ദ സം ഓഫ് ഓൾ ഓഡ് ഇൻറ്റിജേഴ്സ് ഫ്രം 1 to 2001. 1ന്റെയും 2000ന്റെയും ഇടയിലുള്ള ഓഡ് ഇൻറ്റിജേഴ്സിന്റെ സം എന്താണ്? 1ന്റെയും 2000ന്റെ ഇടയിൽ ഫ്രം ആണ്. ഫ്രം 1 to 2000. അപ്പോൾ 1ഉം ഇൻക്ലൂഡഡ് ആണ്, 2001ഉം ഇൻക്ലൂഡഡ് ആണ്. അപ്പം 1 പ്ലസ് അടുത്ത ഓഡ് ഇൻറ്റിജർ 3 ആണ്, പ്ലസ് അടുത്ത ഓഡ് ഇൻറ്റിജർ 5 ആണ്, 7 പ്ലസ് എക്സെട്ര അപ് ടു 2001. ഇതിൽ എത്ര ടേം ഉണ്ട് നോക്കാം. നമ്പർ ഓഫ് ടേംസ് കാണാൻ ഒരുപാട് വഴികളുണ്ട്. ഇതിപ്പം ഓഡ് ഫസ്റ്റ് തുടങ്ങുകൊണ്ട് ഇത് 2n-1 വിചാരിച്ചാൽ മതി. ഇപ്പൊ 2n-1 ആണ്, 2n-1 ആണ് 2001. അപ്പൊ 2n ആണ് 2002. അപ്പൊ n-ന്റെ വാല്യൂ 1001 അങ്ങനെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ nth ടേം, നമ്പർ ഓഫ് ടേംസ് ഓഫ് എൻ AP ഫോർമുല ഉണ്ട്. ഇതാ നമ്പർ ഓഫ് ടേംസ് ഓഫ് എൻ AP ഫോർമുല. an എന്ന് പറഞ്ഞാൽ a പ്ലസ് n-1 d ആണ്. അതൊന്ന് ഡിയുടെ വാല്യൂ കാണാം, അല്ല എന്ന് എൻ്റെ വാല്യൂ കാണാം. n-1 d ആണ് an-a. ഇത് ജനറൽ ആണ് കേട്ടോ, ഈ റിസൾട്ട് ജനറൽ ആണ്. അപ്പോൾ വാട്ട് ഇസ് d? അല്ല വാട്ട് ഇസ് n? n-1ന്റെ വാല്യൂ എന്താ? n-1 will be an-a divided by d. അപ്പോൾ വാട്ട് ഇസ് n? n equals an-a by d plus 1. ഈ റിസൾട്ട് എപ്പോഴും നമ്പർ ഓഫ് ടേംസ് കാണാൻ ഉപയോഗിച്ചോളൂ. നമ്പർ ഓഫ് ടേംസ് ഏത് APD നമ്പർ ഓഫ് ടേംസ് കാണാൻ ഉപയോഗിക്കാൻ പറ്റും. an minus a by d plus 1. അപ്പോൾ ഇവിടെ an minus a. അപ്പോൾ ഇതിൽ n എങ്ങനെയാ കാണാം?
n is equal to an, that is 2001 minus 1, that is an minus a by d. d is 2 plus 1. അങ്ങനെയും ചെയ്യാം. 2000 അവ 1000 1001 1000 plus 1 1001 അങ്ങനെയും ചെയ്യാം. അപ്പോൾ there are 1001 terms. കണ്ടോ 1001 terms. Okay. അപ്പോൾ there are 1001 terms. So what is sum to n terms? In the S ന്റെ ഫോർമുല മക്കളെ n by 2 into first term plus last term. That's it. അല്ലെങ്കിൽ n by 2 into that. Terms. അപ്പോൾ it is n by 2. Sum of all terms അല്ലേ? അപ്പോൾ 1001 divided by 2 into first term plus last term. അത്രേ അതാണ് ആൻസർ. അപ്പോൾ ആൻസർ വിൽ ബി 1001 സ്ക്വയർ അല്ലേ? ആൻസർ വിൽ ബി 1001 സ്ക്വയർ. ഇതിലൊരു റിസൾട്ട് കൂടി ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ സം ഓഫ് ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പർ ഇസ് n സ്ക്വയർ. ഇങ്ങനെ റിസൾട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഈ റിസൾട്ട് കൂടി പഠിക്കാം. ഇതിന്റെ കൂടെ ഇത് കൂടി പഠിക്കാം. അതായത് 1 plus 3 plus 5 plus etc. up to 2n minus 1. Sum of first n odd natural number is n square. ഇനി sum of first n natural numbers. ഇതിന്റെ വാല്യൂ എന്താ? n into n plus 1 by 2. ഇതൊക്കെ ഓർത്താൻ നല്ലതാണ്. അതുപോലെ what is the value of 1 square plus 2 square plus 3 square plus etc. plus n square? ഇത് അറിഞ്ഞാൽ നല്ലതാണ്. Number 4. What is 1 cube plus 2 cube plus 3 cube plus etc. plus n cube? This is the value of this is n into n plus 1 into 2n plus 1 by 6. In the value n square into n plus 1 whole square by 4. ഇതിനെ നമ്മൾ സിഗ്മ ഇങ്ങനെ പറയാറുണ്ട്. ഇതിനെ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്. We also call it as sigma k. K going from 1 to n. What is the value of this? Sigma k square. K going from 1 to n. This is sigma k. Oh, this is sigma k. That is sigma k. This is sigma 2k minus 1. This is sigma k. This is sigma k square. K going from 1 to n. And this is sigma kk. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ നല്ലതാണ്. Sum of first n natural numbers, sum of first odd natural numbers, sum of squares of first n natural numbers, sum of cubes of first n natural numbers. ഇതൊക്കെ ഓർത്താൽ നല്ലതാണ്. ഇത് നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കാൻ സാധ്യതയുണ്ട്. പഠിച്ചില്ലെങ്കിൽ ഇത് പഠിക്കാം കേട്ടോ. എങ്ങനെയാണ് 1 മുതൽ 100 വരെ കൂട്ടുക, 1 മുതൽ സ്ക്വയർ ഇട്ട് കൂട്ടുക, ക്യൂബ് ചെയ്ത് കൂട്ടുക. പഠിച്ചാൽ നല്ല. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ആൻസർ ഇസ് 1001 സ്ക്വയർ. അടുത്ത ചോദ്യം എന്താ? സം ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലൈങ് ബിറ്റ്വീൻ 100 and 1000 വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 5. ലൈങ് ബിറ്റ്വീൻ കേട്ടോ, ലൈങ് ബിറ്റ്വീൻ 100 and 1000 വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 5. 5ന്റെ മൾട്ടിപ്പിൾ ആവണം. 100ന്റെയും 1000ന്റെ ഇടയിൽ. അപ്പോൾ 100ന്റെയും 1000ന്റെ ഇടയിൽ, 100ന്റെയും 1000ന്റെ ഇടയിൽ between multiples of 5. It will start with, we're going to start here between ആകുമ്പം start ചെയ്യുക 105 എന്ന് തുടങ്ങും. സം ആണ് പ്ലസ്. അടുത്തെന്തായിരിക്കും 110 പ്ലസ് 115 പ്ലസ് എക്സെട്ര. ഇങ്ങനെ പോയിട്ട് അവസാനിക്കുക എവിടെയാണ്? 1000ന്റെ ജസ്റ്റ് ഇപ്പുറത്തുള്ള 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ 995. ഇതിന്റെ സമ്മ ചോദിച്ചത്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്പർ ഓഫ് ടേംസ് കാണണം, അതാണ് നല്ലത്. അല്ലെങ്കിൽ n by 2 ഇൻറ്റു അത് ചെയ്താലും മതി. 2a plus n minus 1. നമ്പർ ഓഫ് ടേംസ് എന്തായാലും കാണണം. ഇങ്ങനെ നമ്പർ ഓഫ് ടേംസ് കാണാം. n is equal to an minus a by d plus 1. അപ്പോൾ an minus a, that is 995 minus a, that is 105 by d plus 1. But 995 minus this, it is 890. 995 105 subtract 098. 890 by 5. 890 by 5 1 39 7 5 35 40 8 5 40 plus 1 178 അല്ലേ? 178 അല്ലേ?
178 by 2. 890, 995 minus 105. Subtract ചെയ്യുമ്പോൾ 098. 890യുടെ പകുതി അല്ല 890യുടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 39 7 5 35 40 8 5 40. അപ്പോൾ 179 ടേംസ് അല്ലേ? 179 ടേംസ് ആണ്. What is the sum to n terms? What is the sum to n terms? Sn is equal to, in the formula, n by 2 into first term plus last term. N by 2 into first term plus last term. Is n by 2, that is 179 by 2 into first term. First term is 105 plus last term 995. That's sum to n terms. Simple ആണ്. ചെയ്ത് നോക്കുക. It is 179 into by 2 into എത്രയാ 1000 1100 അല്ലേ 1100 by 2 1500 by 2 ആകുമ്പം 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 2s 10 5 2s 10 0 520 179 into 520 അല്ല 550 ചെയ്ത് നോക്കാം കേട്ടോ. 179 into 550 98450. വെരി ഗുഡ് അജു, വെരി ഗുഡ്. 98450. അത് ശരിയാണെന്ന് തോന്നുന്നു. വെരി ഗുഡ്. ഓക്കെ, ദാറ്റ്സ് റൈറ്റ്. അപ്പോൾ ഇത് എഴുതിയെടുത്തു തോന്നുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. In an AP, first term is 2 and the sum of first 5 terms is 1/4 of the next 5 terms. Show that 20th term is minus 112. മൂന്നാമത്തെ ചോദ്യം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം നമുക്ക്. ഒരു എ പിയിലെ ഫസ്റ്റ് ടേം 2 ആണ് എന്നുവെച്ചാൽ A2 ആണ്. സം ഓഫ് ഫസ്റ്റ് 5 ടേംസ്, അപ്പോൾ S5 തന്നിട്ടുണ്ട്. S5യുടെ വാല്യൂ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഇസ് 1/4 ഓഫ് നെക്സ്റ്റ് 5 ടേംസ്. നെക്സ്റ്റ് 5 ടേംസ് ഇതാ, next 5 terms of the A6 plus A7 plus A8 plus A9 plus A10. ഇതാണ് നെക്സ്റ്റ് 5 terms. അത് കഴിഞ്ഞിട്ടില്ല. ആദ്യത്തെ സം ഓഫ് ഫസ്റ്റ് 5 terms അവിടെ S5 is equal to 1/4 of next 5 terms. Show that the 20th term is minus 112. Show that A20 is equal to minus 112. ഇത് പ്രൂവ് ചെയ്യണം. ഇതാണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ഈ A10 S6 മൈനസ് S6 to A10 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം. ഇറ്റ് ഇസ് 1/4 ഇൻറ്റു S10 മൈനസ് S5. ശരിയല്ലേ? S10 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 10 ടേം കൂട്ടാം. അതിന്ന് S5 കുറച്ചത് കിട്ടില്ലേ? അപ്പോൾ A6 പ്ലസ് A7 പ്ലസ് A8 പ്ലസ് A9 പ്ലസ് A10 എന്ന് പറഞ്ഞാൽ S10 മൈനസ് S5 ആണ്. ഇത് S5 ആണ്. അപ്പോൾ 4S5 ആണ് എന്ത്? S10 മൈനസ് S5. ഈ S5 ഇട്ടെടുക്കാം. അപ്പോൾ 5S5 ആണ് S10. എയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ എയുടെ വാല്യൂ 2 ആണ്. 5S5 S10 ആണെങ്കിൽ എന്തായാലും ഡിയുടെ വാല്യൂ കിട്ടും. എന്താ S5യുടെ വാല്യൂ? 5 ഇൻറ്റു 5/2 ഇൻറ്റു 2A. 2A പറഞ്ഞാൽ 2 ഇൻറ്റു 2 4 പ്ലസ് n minus 1, that is 4 into D. S10 പറഞ്ഞാൽ 10/2 into 2A plus n minus 1, that is 9 into D. ഒന്നുകൂടി പറയാം. 5S5 ആണ് S10. അതിന്ന് 5 into 5/2 5 into 5/2 അല്ലേ? 5 into 5/2 plus into 4 plus A plus 2A plus n minus 1 D ആണ്. ഇതൊന്ന് ഡിയുടെ വാല്യൂ ആണ്. ഇതൊന്ന് ഡിയുടെ വാല്യൂ ആണ്. നമ്മോട് ചോദിച്ചത് അതിന്റെ വാല്യൂ ആണ്. A20. വാട്ട് ഇസ് A20? A20 is A plus 19D. എയുടെ വാല്യൂ എന്താ മക്കളെ? 2 ആണ്. അപ്പോൾ 2 plus 19D. But the problem is done if you know the value of D. അപ്പോൾ ഇതിൽ നിന്ന് D കാണാം. ആ D ഇവിടെ പ്ലഗ് ചെയ്ത ആൻസർ ആയി. ഓക്കെ, അപ്പോൾ ഇന്ന് ഡിയുടെ വാല്യൂ കണ്ടോളൂ. വേഗം കാണാം. എത്രയായിട്ടാ? ഈ 2 വേണമെങ്കിൽ കളഞ്ഞോളൂ.
ഈ 5 ഇവിടെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെ ഇത് 5 4s 20 ആണ്, പ്ലസ് 5 4s 20d is equal to multiply 8 plus 9 2s 18d വരും. അപ്പോൾ what you get is 220d. ഇപ്പം എന്താ 2d, ഇവിടെ 20d 18d അല്ലേ, അപ്പം 2d is equal to എന്താ പറയുക -112 അല്ലേ. 8 ഇവിടെ -20 ആകുമ്പോൾ -12 വരിക. അപ്പൊ ഡിയുടെ വാല്യൂ -6. ഈ d ഈക്വൽ ടു -6 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അത്രയേ ഉള്ളൂ. ആൻസർ വിൽ ബി 820 ഈക്വൽസ് 2 + 19 into -6. 60 6 times 54, 60 54 100 -114 പ്ലസ് 2 -114 ശരിയാ. -1 അത്രേ ഉള്ളൂ. അതിൽ ഷോ ചെയ്യാൻ പറഞ്ഞ വെരി ഗുഡ്. അപ്പോൾ അത് ചെയ്തോ. പിന്നെ അടുത്ത ചോദ്യം, ഹൗ മെനി ടേംസ് ഓഫ് ദ AP -6 -11/2 -5 ആർ നീഡഡ് ടു ഗീവ് ദ സം ഇസ് ഈക്വൽ ടു -25. അപ്പോൾ ഹൗ മെനി ടേംസ് വെച്ചാൽ എന്നിന്റെ വാല്യൂ എന്താണെന്ന് ചോദ്യം. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് n ഫോർ വിച്ച് ദിസ് ഇസ് ദ സം ഇസ് ഈക്വൽ ടു -25. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ -6 അത് നമുക്ക് ചെയ്യാം. -6 -11/2 -6 -11/2 -5 etc. n terms. ഇത് കൂട്ടിയാൽ സം ഷുഡ് ബി എന്ന് കൂട്ടിയാൽ എത്ര ടേംസ് കൂട്ടിയാലാണ് -25 ആവുക എന്ന ചോദ്യം. അപ്പോൾ -6 പ്ലസ് അല്ലെങ്കിൽ മൈനസ് എല്ലാം കൂടി ആഡ് ചെയ്യല്ലേ, -11/2 -5 മൈനസ് എക്സെട്ര കൂട്ടിയാൽ അപ് ടു n ടേംസ് is equal to -25. അതൊന്ന് എൻ്റെ വാല്യൂ ആണ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, n/2 into 2a plus n-1 into d കാണണം. എങ്ങനെ d കാണാം, -6 -11/2. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, d കാണണമെങ്കിൽ -11/2 -6 -11/2 plus 6. അപ്പോൾ 12 -11 plus 12/2 is equal to 1/2. അപ്പോൾ 1/2 ആണ് കോമൺ ഡിഫറൻസ്, പ്ലസ് 1/2 അല്ലേ, പ്ലസ് 1/2 കോമൺ ഡിഫറൻസ്. അപ്പോൾ ഇൻറ്റു 1/2 ഇതിൻ്റെ വാല്യൂ ആണ് -25. അത് എൻ്റെ വാല്യൂ ആണ്, ദാറ്റ്സ് ഓൾ അല്ലേ. യു ഫൈൻഡ് ദ വാല്യൂ ഓഫ് n. -11/2 -6 ചെയ്യാം. അപ്പോൾ -11/2 പ്ലസ് 6, 6 to 12 ആകുമ്പോൾ -11 plus 12 is 1/2. 1/2 is a common difference. അപ്പോൾ what is the value? എന്താ കിട്ടുക ആൻസർ? ഇറ്റ് ഇസ് n/2 into -12 LC എടുത്തോളൂ. LC എടുക്കുമ്പോൾ എന്താ കിട്ടുക, -24 plus n -1/2 is equal to -25 അല്ലേ, ശരിയല്ലേ. ഈ 2നെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളൂ, ഈ രണ്ട് 2നെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളൂ. അപ്പം n into n -25 is equal to 4 അങ്ങോട്ട് കൊണ്ടുപോയിക്കോളൂ, -100 അല്ലേ. അപ്പോൾ വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഇറ്റ് ഇസ് n² -25n plus 100 is equal to 0. അത് ഫാക്ടറൈസ് ചെയ്യുക അല്ലേ. പ്രോഡക്റ്റ് 100 ആവണം, സമ്മ് -25 ആവണം. 5ഉം 20. n-5 into n-20 is equal to 0. n-5 into n-20 is equal to 0. അപ്പം n-5 ആവാം, n-20 ആവാം. അങ്ങനെയാ പ്രോഡക്റ്റ് n² -25n -20. അപ്പം n5 ആവാം -20 ആവാന്നല്ലേ. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് n? 1/2 ആണ്. അപ്പം 5 ടേം ഉണ്ടെങ്കിൽ -25 ആവും. -20 ആവായാലും മതി, അത് ശരിയാണ്. രണ്ട് വാല്യൂസും വർക്ക് ചെയ്യും. കാരണം n5 ആയാലും വർക്ക് ചെയ്യും,
-20 ആയാലും മറിക്കും. കാരണം ഇത് കുറഞ്ഞ് അവസാനം 0 ആയിട്ട് പിന്നെ പോസിറ്റീവ് ആവും. എന്നാലും കൂട്ടിയാൽ -25 ആവും. വെരി ഗുഡ്. അപ്പോൾ n=5 ആയാലും വർക്ക് ചെയ്യും, n=20 ആയാലും വർക്ക് ചെയ്യും. രണ്ടും ശരിയാണ്. ഓക്കെ, ബാക്കി 2 ചോദ്യം ചെയ്യില്ലേ നമ്മുടെ? ഡൺ 2 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ചെയ്തു. 4 ചെയ്തു. ഇനി നമുക്ക് 5ാമത്തെ ചോദ്യം ചോദിക്കാം. ഇതൊക്കെ എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആണ് കേട്ടോ. ഓക്കെ, അടുത്തത്. In an AP, pth term is 1 by q and qth term is 1 by p. Prove that sum of first pq terms is. ഇത് ഇന്നലെ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്താ ഇല്ലേ? കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്യല്ലേ? pth term, അതെ, mth term 1 by n ഉം nth term 1 by m ആണെങ്കിൽ കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും പറഞ്ഞല്ലേ ഇത് അല്ലേ? അതായത് pth term is 1 by q and qth term is 1 by p. pth term is 1 by q and qth term is 1 by p. ഒരു എ പിയിലെ pth term qും qth term p ആണെങ്കിൽ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ. കോമൺ ഡിഫറൻസ് -1 ആവും, ഫസ്റ്റ് ടേം p പ്ലസ് q -1 ആവും. ഒക്കെ ഓർമ്മയില്ലേ? p പ്ലസ് q ടേം 0 ആയിരിക്കും, nth ടേം p പ്ലസ് q -n ആയിരിക്കും. അതേപോലെ ഇത് റിസൾട്ട് പഠിച്ചിട്ട് തോന്നുന്നു. pth ടേം 1 by q, qth ടേം 1 by p ആണെങ്കിൽ ഓർമ്മയുണ്ടോ അത്? ഇറ്റ് ഈസ് a പ്ലസ് p -1 d പറയുന്നത് 1 by q ആവും. qth ടേം 1 by p ആയാൽ a പ്ലസ് q -1 d പറയുന്നത് 1 by p ആവും. അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്താൽ p minus q d പറയുന്നത് 1 by q minus 1 by p ആവും. എന്ന് വെച്ചാൽ p minus q by pq ആവും. അപ്പൊ p minus q d പറയുന്നത് p minus q by pq ആണ്. p minus q വെട്ടിക്കളയും. d യുടെ വാല്യൂ 1 by pq ആണ്. അല്ലേ? അപ്പൊ d 1 by pq ആണെങ്കിൽ you can find the value of a also. But d equals 1 by pq and we can see that a is also 1 by pq. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക, എയും ഡിയും സെയിം ആയിരിക്കും. a is 1 by pq, d is also 1 by pq. അപ്പോൾ എയും ഡിയും സെയിം ആണെങ്കിൽ the progression will be in the ratio 1:2:3:4 etc. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കണം. പ്രോഗ്രഷന്റെ ഫോം എന്താ? a പ്ലസ് ഡി, a പ്ലസ് 2d etc. അപ്പോൾ എയും ഡിയും സെയിം ആണെങ്കിൽ എന്താവും? a പ്ലസ് ഡി പറയുമ്പോൾ 2a, a പ്ലസ് 2d പറയുമ്പോൾ 3a. അപ്പോൾ a 2a 3a എക്സെട്ര. റേഷ്യോ എന്തായിരിക്കും? 1:2:3 എക്സെട്ര അല്ലേ? അങ്ങനെയല്ലേ വരിക? അപ്പോൾ ദാറ്റ് ഇസ്, അപ്പോൾ അത് ഓർക്കാം. pth ടേം 1 by q ആണ്, qth ടേം 1 by p ആണെങ്കിൽ ഫസ്റ്റ് ടേം 1 by pq ആയിരിക്കും, കോമൺ ഡിഫറൻസും 1 by pq ആയിരിക്കും. ഇസ് ദാറ്റ് ക്ലിയർ മക്കളെ? ക്ലിയർ അല്ലേ? ഫസ്റ്റ് ടേം 1 by pq ആയിരിക്കും, കോമൺ ഡിഫറൻസും 1 by pq ആയിരിക്കും. പിന്നെ അത് പഠിക്കുക കേട്ടോ. p പ്ലസ് qth ടേം വിൽ ബി, ഐ തിങ്ക് ഇറ്റ് ഇസ് p പ്ലസ് q by pq അല്ലേ? p പ്ലസ് q by pq ആയിരിക്കും. അതും ഓർക്കാം. ചോദിച്ചത് വാട്ട് ഇസ് ദ സം ഓഫ് pq ടേംസ്. അപ്പോൾ ഇതിൽ 2-3 കാര്യങ്ങൾ എഴുതിക്കോളൂ. ഇതിൽ എന്തൊക്കെയാ ഫോളോ ചെയ്യുക? ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് ടേം 1 by pq. പിന്നെ രണ്ടാമത്തെ കോമൺ ഡിഫറൻസ് 1 by pq. They are in the ratio 1:2:3 etc. പിന്നെ p plus qth term. What is p plus q term? p plus q term എന്തായിരിക്കും മക്കളെ? 1 by pq plus p plus q minus 1 into 1 by pq. ഇതാണ് pq term. ആൻസർ will be p plus q by pq. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക കേട്ടോ. pth term 1 by q ആണ്, qth term 1 by p ആണെങ്കിൽ ഓർക്കുക. pth term അല്ല, ഫസ്റ്റ് ടേം ഇസ് 1 by pq, കോമൺ ഡിഫറൻസ് ഇസ് 1 by pq. പാറ്റേൺ പിടിക്കുക എപ്പോഴും. നിങ്ങൾ എപ്പോഴും പാറ്റേൺ, സിമെട്രി, ആ സ്റ്റൈല്, ഫ്രീക്വൻസി സീരീസിൽ എപ്പോഴും ആ സ്റ്റൈലാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ d is 1 by pq, കോമൺ the terms are in the ratio 1:2:3. പിന്നെ a p plus q is p plus q by pq. പിന്നെയാണ് ഈ സാധനം എന്താ? പിന്നത്തെ സാധനം എന്താ? Prove that sum of first pq terms, spq.
അടുത്താണ് SPQ. What is SPQ? SPQ is PQ by 2 into first term plus last term. The first term is A1 plus A PQth term, A PQth term. അല്ലേ? PQth term അല്ലേ ചോദിച്ചാൽ ഫസ്റ്റ് PQ terms. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ വാട്ട് ഇസ് ദ ഫോർമുല? ഫോർമുല എന്തായിട്ടാണ് വരിക? ഇറ്റ് ഈസ് PQ by 2 into 2A plus PQ minus 1 into D. അല്ലേ? അപ്പോൾ അത് വൃത്തിയിൽ എഴുതാം. SPQന്റെ വാല്യൂ എന്തായിരിക്കും? PQ by 2 into 2A. A എന്താ മക്കളെ? 1 by PQ ആണ്. കോമൺ ഡിഫറൻസും 1 by PQ ആണ് അല്ലേ? അപ്പോൾ 2 into 1 by PQ, അപ്പോൾ 2 by PQ plus PQ minus 1 into D. What is D? 1 by PQ. Multiply ചെയ്യാം. അപ്പോൾ SPQന്റെ വാല്യൂ എന്താ? It is PQ by 2 into 2 by PQ minus 1 by PQ. അല്ലേ? PQ into 1 by PQ is 1 minus 1 by PQ. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. It is PQ by 2 into 2 by PQ minus 1 by PQ is 1 by PQ minus 1. ഇതാണ് ഉത്തരം. It is half into 2A plus PQ minus 1 into D അല്ലേ? അപ്പോൾ 1 minus PQ ഇവിടെ പ്ലസ് ആണ്. ഓക്കെ, അപ്പോൾ PQ വേണമെങ്കിൽ ഉള്ളിലേക്ക് വെച്ചോളൂ. അപ്പോൾ PQ ഉള്ളിലേക്ക് വെച്ചാൽ എന്താ വരിക? It is 1 by 2 into PQ into PQ 1 plus PQ. SPQ. ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നമ്മൾ ചെയ്തു. അപ്പം അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്തോളൂ. അഞ്ചാമത്തെ എന്താ? SPQ. എന്താ SPQന്റെ വാല്യൂ? ഹാഫ് ഇൻറ്റു PQ പ്ലസ് 1. ഹാഫ് ഇൻറ്റു PQ പ്ലസ് 1. അപ്പോൾ ഈ 5 റിസൾട്ടും ഇത് ഫോളോ ചെയ്യണം. Pth term 1 by Q, Qth term 1 by P ആണെങ്കിൽ A is 1 by PQ, D is 1 by PQ. A എന്താ പറയുക? They are in the ratio 1:2:3. ഇതെന്താ വെച്ചാൽ 1:2:3 പറയാൻ കാരണം വാട്ട് ഈസ് 10th term to 11th term എന്ന് വെച്ചാൽ 10:11 ആണ് അല്ലേ? വാട്ട് ഈസ് 10th term to 20th term 1:2 ആണ്. A P plus Q is P plus Q by PQ. SPQ is half into PQ plus 1. Okay. അടുത്തത് ഇത് സം ഓഫ് certain number of terms is 16. Find the last term. Sum of certain number of terms of the AP 25, 22, 19, etc. is 116. Find the last. എന്താ ചെയ്യാം? Sum of the AP. ഏതാ sum of the AP? 25, 22, 19. 25 plus 22 plus 19 plus etc. എത്ര ടേം അറിയില്ല. certain number of terms. Suppose there is n number of terms plus etc. n terms. n number of terms is equal to 116 അല്ലേ? 116. What is the last? 116. What is the last? അവസാനത്തെ ടേം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ടേം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ലാസ്റ്റ് ടേം സം എല്ലാം കൂടി കൂട്ടിയിട്ട് 116 അപ്പോൾ എല്ലാം കൂടി കൂട്ടിയിട്ട് 116 ആകുമ്പോൾ നമ്പർ ഓഫ് ടേംസ് ആദ്യം നോക്കാം. എന്താ n അറിയില്ല. അപ്പോൾ n by 2 into 2A it is 50 plus n minus 1 into D നോക്കാം. D എത്രയാ? 25, 22, 19 ആണ്. അപ്പോൾ 3 കുറയുക ചെയ്യണം. അപ്പോൾ കോമൺ ഡിഫറൻസ് ഇസ് -3. ഇതിൻ്റെ വാല്യൂ ആണ് 116. അപ്പം n കിട്ടും. ഇതിന്ന് n കിട്ടും. ഇതിന്ന് n കിട്ടിയാൽ ഈ സീക്വൻസിലെ nth ടേം കാണും. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ അല്ലേ? അപ്പം ഇതിന്ന് n കിട്ടും. n എന്താ കിട്ടുക? വാല്യൂ ഓഫ് n ഇസ് n by 2 into 50 minus 50 plus 3 53 minus 3n. ഇതാണ് 116. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി വരും. 53 കറക്റ്റായിട്ട് പോവില്ലല്ലോ. 2 അങ്ങോട്ട് എടുത്തോളൂ. അപ്പം 53n minus 9n square
is equal to 116 ഇരട്ടി 232. അപ്പോൾ എല്ലാം കൂടി വൃത്തിയിൽ എഴുതിക്കോളൂ. 9n² minus 53n plus 232 is equal to 0. അതൊന്ന് എന്നിൻ്റെ വാല്യൂ കാണാം. യു ഫൈൻഡ് ദ വാല്യൂ ഓഫ് n. ഇതെങ്ങനെയാണ് മക്കളെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ? 9n² minus 53n plus 232 ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ -b പ്ലസ് ഓർ മൈനസ് ചെയ്താൽ മതി. 53² minus 4 into a into c ചെയ്യാം. അത് ചെയ്താലും മതി, കുഴപ്പമില്ല. എന്നിൻ്റെ വാല്യൂ എന്താ? n is equal to 53 plus or minus root of 53². വലിയ നമ്പറാണ്, കുഴപ്പമില്ല. -4 into a into c. a into c 232 divided by 2a. 2a is 18. 53 232. 232നെ 53യുടെ ഡബിൾ എത്രയാ? 116 ആണ്. 116. ഓ, 53 ഒരിക്കലും നടക്കില്ലല്ലോ. 53ൽ ഒന്നും പോവില്ലല്ലോ. 232ൽ എന്തെങ്കിലും പോവാം? 53ൽ ഒന്നും പോവില്ലല്ലോ മക്കളെ. 53ൽ ഏതെങ്കിലും പോവാം? 53ൽ 2 പോവില്ല, 3 പോവില്ല, 4 പോവില്ല, 5 പോവില്ല, 6 പോവില്ല, 7 പോവില്ല, 8 പോവില്ല, 9 പോവില്ല, ഒന്നും പോവില്ല. 13, 12, 13 പോവില്ല, 14 പോവില്ല, ഒന്നും പോവില്ലല്ലോ. 53 പ്രൈം ആണ് അല്ലേ? 53 is prime. 53² minus, സിമ്പിൾ അല്ലേ? n/2 into 2a plus n-1 into d -3. അപ്പോൾ എത്ര കിട്ടിയ മക്കളെ ഒന്ന് പറയൂ? 53 minus 3n n/2 232. ശരിയല്ലേ? 9n² minus 53n plus 232 equals 0. ഇത് വലിയ നമ്പറാണ് കിട്ടുക. 232 9 4s 232. 2 will go 1 1 6. 2 will go 5 2s 10 8. 2 will go 3 2 2s 4 9 2s 18 29. 29 ആണ്. 53ൽ 29 പോവില്ലല്ലോ, ഒന്നും പോവില്ല. എന്നിൻ്റെ വാല്യൂ വൃത്തിയിൽ കിട്ടില്ലല്ലോ. ഈ ക്വസ്റ്റ്യനിൽ വൃത്തി 25 22 19 etc 16. ഫൈൻഡ് ദ ലാസ്റ്റ് ടേം ആ ചോദ്യം. 25 കഴിഞ്ഞാൽ 22 3അല്ലേ? കോമൺ ഡിഫറൻസ് മൈനസ് പോകുന്നത്, അതാണ്. 2a plus n-1 into d. d is -3. ശരിയാണ്. അപ്പോൾ 53 minus 3n. ശരിയല്ലേ? 53n minus 9 ഇല്ല, 3n² ആയിരുന്നു. 3n² ആയിരുന്നു. 3n² 112. ഓക്കെ, അപ്പോൾ 3n² minus 53n plus 232 equals 0. 3n² 3n² minus 3n. അപ്പം n കൊണ്ട് 53n minus 3n². ഇനി പ്രോഡക്റ്റ് 232 into 3 ആവണം പ്രോഡക്റ്റ്. സം എന്താവണം? -53 ആവണം. ഏതൊക്കെ നമ്പേഴ്സ്? 232 into 3. 232നെ നമുക്ക് എങ്ങനെ എഴുതാം? 232നെ 216 to 58. അപ്പം 58 to 29. അപ്പോൾ 2 2s 4 2s 8. 8 3 is 24. അപ്പോൾ 24ഉം 28ഉം 53 അല്ലേ? അതെ, 24ഉം 2 2s 4 2s 8 3 is 24. 24ഉം 29ഉം ശരിയാണ്. 24 and 29. ഓക്കെ, അപ്പോൾ 3n² minus 24n minus 29n plus 232 equal to 0. അപ്പോൾ ഇത് 3 പുറത്തെടുക്കാം. 3n into n-6 minus 29 into n minus
29, 23, 24 ഉം 29 ഉം 53 അല്ലേ? ശരിയാണല്ലോ. 232 ശരിയാണ്. 232 29 പുറത്തെടുത്താൽ എന്താ കിട്ടുക? 232 29 പുറത്തെടുത്താൽ 6 അല്ലല്ലോ കിട്ടുക. 8 ആണ്. 8 9 63. അപ്പോൾ യു ഗെറ്റ് ലൈക്ക് ദിസ്. എന്താ കിട്ടുക? യു ഗെറ്റ് n minus 8 into 3n minus 29 equals 0. അപ്പോൾ n equals 8 വരും, n equals 29/3 വരും. ഇത് എടുക്കാൻ പാടില്ല, ബിക്കോസ് n cannot take fraction. അപ്പോൾ n equals 8 ആണ് വാല്യൂ. അപ്പോൾ ഇതിൽ ബി 8 ടേംസ്. 8 ടേം ഉണ്ടാകുമ്പോഴാണ് 116 ആവുക. What is the last term? Last term is the nth term, that is 8th term. Therefore, last term is 8. And what is 8? n equals 8 ആണ്. അപ്പോൾ ലാസ്റ്റ് ടേം എടുക്കാം. And what is 8? 8 equals a plus 70. ഇതിൽ a എന്താ മക്കളെ? 25 plus 7 into d. d എത്രയാ? -3. അപ്പോൾ 25 plus 7 into -3. 7 into -3 എത്രയാ? 21 അല്ലേ? അപ്പോൾ 25 minus 21 24 അല്ല 4. അപ്പം ലാസ്റ്റ് ടേം ഇസ് 4. അത് ശരി, അങ്ങനെ കുറഞ്ഞ് വന്ന അവസാനം 4 ആവും. 4 കഴിഞ്ഞാൽ പിന്നെ ഏതായിരിക്കും? -3 അല്ലേ കോമൺ ഡിഫറൻസ്. അപ്പം 4 കഴിഞ്ഞാൽ 1 ആവും. അപ്പോൾ ലാസ്റ്റ് പോസിറ്റീവ് ടേം ഇസ് 1. വേണേ ഞാൻ ചോദിക്കാം അല്ലേ? ഇപ്പോൾ ലാസ്റ്റ് എത്രാമത്തെ ടേമേക്ക് ഏറ്റവും ലാസ്റ്റ് പോസിറ്റീവ് ടേം വിൽ ബി ദ 9th ടേം അല്ലേ? ആൻഡ് ഫസ്റ്റ് നെഗറ്റീവ് ടേം വിൽ ബി ദ 10th ടേം. അങ്ങനെയൊക്കെ ചോദിക്കും. ഓക്കെ, റൈറ്റ്. അടുത്തത്, ദ സം ഓഫ് സർട്ടൻ നമ്പർ ഓഫ് ടേംസ് ഓഫ് AP ഇസ്, അത് നമ്മൾ ചെയ്തു. ഫൈൻഡ് ദ സം ടു n ടേംസ് ഓഫ് AP whose kth term is 5k plus 1. Sum to n terms of an AP whose kth term is 5k plus 1. എങ്ങനെ ചെയ്യാം? kth term 5k plus 1 ആണ്. സം ടു n terms ആ ചോദിച്ചത്. അപ്പോൾ kth term 5k plus 1 ആണ്. nth term എന്താ? 5n plus 1 ആണ്. What is first term? k ക്ക് പകരം 1 കൊടുക്കാം. 5 into 1 plus 1. So first term is 6. Now what is sum to n terms? S ന്റെ ഫോർമുല എന്താ? n/2 into first term plus last. That is n/2 into first term എന്താ? 6 plus last term എന്താ? 5n plus 1. Answer will be 5n plus 7. That is n/2 into 5n plus 7. An answer. Sum to n terms of AP will be n/2 into 5n plus 7. Right? Simple question. Kando, is the quadratic in n containing no constant term? Sum to n terms of an AP. എട്ടാമത്തെ ചോദ്യം. Sum to n terms of an AP is Pn plus Qn square. P and Q are constant. Find the common difference. എങ്ങനെ ചെയ്യാം? Sum to n terms of an AP. Sn. Sന്റെ വാല്യൂ Pn plus Qn square ആണ്. കോമൺ ഡിഫറൻസ് ആണ് ചോദിച്ചത്. നിങ്ങൾക്ക് അറിയാലോ, സം ടു n ടേംസ് ക്വാഡ്രാറ്റിക് ഇൻ n കണ്ടെയ്നിങ് നോ കോൺസ്റ്റന്റ് ടേം ആണെങ്കിൽ അത് AP ആണെന്ന് ഉറപ്പാ. അപ്പോൾ ഫസ്റ്റ് ടേം കാണാം, സെക്കൻഡ് ടേം കാണാം, ഡിഫറൻസ് എടുക്കുക, അത്രേ ഉള്ളൂ. വാട്ട് ഇസ് ഫസ്റ്റ് ടേം? ഫസ്റ്റ് ടേം എന്താ? A1 എന്നാൽ S1 തന്നെയാണ്. ഇറ്റ് ഇസ് P plus Q. വാട്ട് ഇസ് A2? A2 is S2 minus S1. A2 is S2 minus S1. A3 is S3 minus S2. A5 is S5 minus S4. AN is SN minus SN minus 1. അപ്പോൾ A2 അതാണ്. അപ്പോൾ S2 പറഞ്ഞാൽ ഇവിടെ 2 കൊടുക്കാം. അപ്പോൾ 2P minus 4Q minus S1. S1 എന്താ? P plus Q ആണ്. അപ്പോൾ what is A2? A2 എന്താ? 2P minus P is P. 4Q minus Q is plus 3Q. അപ്പോൾ A1 എന്ന് പറയുന്നത് P plus Q ആണ്. A2 പറയുന്നത് P plus 3Q ആണ്. അപ്പോൾ P plus Q ആണ് ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം P plus 3Q ആണ്.
What is the common difference? P plus 3Q minus PQ. P plus Q. P plus 3Q minus P plus Q. For PP vettipom 3Q minus Q is 2Q. The common difference is 2Q. Common difference is 2Q. This is another ചോദ്യമാണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എന്നാലും നമുക്ക് ഒന്നുകൂടി ചെയ്യാം. Sum of n terms of two arithmetic progressions are in the ratio 5n plus 4 by 9n plus 6. Find the ratio of their 18th term. ഇത് ഡിസ്കസ് ചെയ്താണ്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പഠിക്കണം. Sum of n terms of two arithmetic progressions. രണ്ട് arithmetic progressions ആണ്. അപ്പോൾ a1 plus n minus 1 into d1 by a2 plus n minus 1 sum of അല്ലേ, സം അല്ലേ, സം ആണ്. സം ആകുമ്പോൾ 2a1 n by 2 into 2a1 plus n minus 1 d1 divided by n by 2 into 2a2 plus n minus 1 d2 ന്റെ വാല്യൂ എന്താ തന്നിട്ടുള്ളത്? It is given that it is equal to 5n plus 4 by 9n plus 6. 5n plus 4 divided by 9n plus 6. Find the ratio of their 18th term. എന്നാ ചോദ്യം. അപ്പം എന്താ ചോദ്യം? Find the ratio of their 18th term. അപ്പോൾ ആ രണ്ട് പ്രോഗ്രഷൻസ് ഉണ്ട്. ഇതൊരു ആദ്യത്തെ പ്രോഗ്രഷൻ ആണ്, രണ്ടാമത്തെ പ്രോഗ്രഷൻ ആണ്. ഈ പ്രോഗ്രഷൻ വിത്ത് കോമൺ ഡിഫറൻസ് d1 and first term a1. But this is the progression with common difference d2 and first term a2. ചോദ്യം, what is the ratio of their 18th term? അപ്പോൾ ചോദ്യം എന്താ? The question is, what is the value of a1 അല്ല a1 capital. What is the value of a1 plus 17 d1 divided by a2 plus 17 d2 എന്താണെന്ന ചോദ്യം അല്ലേ? ഇതിൽ കണ്ടോ 4 അൺനോൺസ് ഉണ്ട്. നമുക്ക് ഒറ്റ ഡാറ്റയെ തന്നിട്ടുള്ളൂ. പക്ഷെ റേഷ്യോയിലായതുകൊണ്ട് there is a technique for doing this. Right? എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ക്വസ്റ്റ്യൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? Of course ഈ n/2 ക്യാൻസൽ ആവും. ഇവിടെ കണ്ടോ 2a1 ഉണ്ട്, ഇവിടെ a1 ഉള്ളൂ, 17 d1 ഉണ്ട്. അപ്പോൾ ഇവിടെ 2a1 ഉണ്ട്, ഇവിടെ 17 d1 ആണ്. ഇവിടെ 2a1 ഇതിന് പകരം 34 കൊടുത്താൽ ഇവിടെ 34 കൊടുക്കുക. അപ്പൊ n-1 പകരം നമ്മൾ 34 കൊടുത്താൽ ഇതെന്താവും? ഇതിന്ന് 2 പുറത്തെടുത്താൽ a1 plus 17d a2 plus 17d ആവില്ലേ? a2 plus 17d2 ആവില്ലേ? അപ്പൊ n-1 പകരം 34 കൊടുക്കുക പറഞ്ഞാൽ എന്താ അർത്ഥം? n-ന് പകരം 35 കൊടുക്കുക എന്നാണ്. -1 അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ ഈ n-ന് പകരം എന്ത് കൊടുക്കുക? 35 കൊടുക്കുക. Is that clear മക്കളെ? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് മനസ്സിലായോ? You are replacing n-1 with 34 to get ratio of 17th term. Is that clear? ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് എല്ലാ സമയത്തും. അതുകൊണ്ട് പഠിക്കണം. ആ ടെക്നിക്ക് പഠിക്കണം. n-1 പകരം 17ന്റെ ഇരട്ടി കൊടുക്കാം. So that you get the value of, അപ്പോൾ ഇവിടെ 34 കൊടുത്താൽ എന്താവും? ഇന്ന് 2 പുറത്തേക്ക് വരും, ഇന്ന് 2 പുറത്തേക്ക് വരും. അപ്പോൾ എന്താവും? ദിസ് ബിക്കംസ് എന്താവും? a1 plus 17 d1 divided by a2 plus 17 d2 will be equal to, ഇവിടെ നിങ്ങൾ 35 കൊടുക്കുകയാണ്, n-ന് പകരം 35 കൊടുക്കുകയാണ്. 5 into 35 150 25 175, അപ്പോൾ 179 divided by 9 into 35 270 45 270 45 എത്രയാണ്? 315. ക്ലിയർ? അപ്പോൾ 35 into 9 എത്രയാണ്? 9 5 45 carry 4 9 3 27 4 31. അപ്പം 321 അല്ലേ? പോയില്ലല്ലോ അത്. ആൻസർ ഈസ്, വാട്ട്സ് ദ ആൻസർ? 315 6 കൂടി 321 അല്ലേ? അപ്പോൾ ആൻസർ വിൽ ബി
179:321. ഇത് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്, അതുകൊണ്ട് പഠിക്കണം കേട്ടോ. ഇനി നമ്മൾ ചെറിയ 2-3 കാര്യം കൂടി പറയാം. കോമൺ ടേംസ്. ഈ കോമൺ ടേംസ് വളരെ ഇതായിട്ട് ചോദിക്കാറുണ്ട്. നമ്പർ ഓഫ് കോമൺ ടേംസ്. അത് ജെയ്ക്കാണ് ചോദിക്കാറ്. ജെയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുന്നത്തെ പ്രാവശ്യം ചോദിച്ചിട്ട് കോമൺ ടേംസ് അത് AP. അതായത് ഇങ്ങനൊരു AP ഉണ്ട് ചോളും. അതായത് ഇപ്പം 2, 4, 6, 8, 10 അങ്ങനെ പോകുന്നൊരു AP ഉണ്ട്. ഇത് അവസാനം 100 അവസാനിക്കുന്നു. വേറൊരു AP ഇവിടെ തുടങ്ങുന്ന 4-ലാണ്. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് D = 2 ആണ്. ആൻഡ് സപ്പോസ് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് 5 ആണ് വെച്ചു. അപ്പം ഇത് 4, 5, 4, 9, 9, 4, 9, 5, 14, 14, 5, 19 ഇങ്ങനെ പോയി അവസാനം ഇതിലൊരു 30 ടേം ഉണ്ടായിക്കോട്ടെ. അപ്പോൾ 4 + 29 × 5. 29 × 5 9 5 40 carry 4. 5 to 10 4 14. 45 carry 4 9 4 5 to 10 4 14. 149 etc. 149. അപ്പോൾ സപ്പോസ് യു കൺസിഡർ 2 APs like this. 2 AP ഉണ്ട് ചോളും. അപ്പോൾ അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു AP-നെ 2 AP ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താലും AP ആവും, സബ്ട്രാക്ട് ചെയ്താലും AP ആവും അല്ലേ? 2 AP ആഡ് ചെയ്താൽ the resulting AP will have common difference D1 + D2. Subtract ചെയ്താൽ resulting progression will be having common difference D1 - D2. പക്ഷേ ഇതിൻ്റെ common terms, if you take the common terms of these 2 APs, it will be again an AP. It will be an AP with common difference LCM of D1 and D2. This is a very important concept. LCM of D1 and D2. ഇതിൻ്റെയും LCM ആയിരിക്കും. അതിൻ്റെ കാരണം ഇപ്പോൾ ഓഫ് കോഴ്സ് ഇതിൻ്റെ കോമൺ ടേംസ് കൊണ്ട് ഉണ്ടായിട്ടുള്ള AP എങ്ങനെ ഉണ്ടാവുക? വാട്ട് ദ ഫസ്റ്റ് ടേം? എന്തായിരിക്കും ഫസ്റ്റ് ടേം? 2, 4, 6, 8, 10. അപ്പോൾ ഇതിൻ്റെ AP 2-ആണ്. കോമൺ ഡിഫറൻസ് 2-ആണ്. ഈ AP-യുടെ കോമൺ ഡിഫറൻസ് 5-ആണ്. പിന്നെ കോമൺ ടേംസ് കൊണ്ട് ഉണ്ടായിട്ടുള്ള AP-യുടെ കോമൺ ഡിഫറൻസ് 10 ആയിരിക്കും. 5 × 2 10 ആയിരിക്കും. അപ്പം 10-ആണ് കോമൺ ഡിഫറൻസ് ഉണ്ടാവുക. അപ്പം അതിൽ ആദ്യത്തെ ടേമിന് എന്തായിരിക്കും? 4-ആണ് ആദ്യത്തെ ടേം അല്ലേ? 4-ആണ് ആദ്യത്തെ ടേം. ആദ്യത്തെ ടേം 4. അപ്പം 4. അടുത്ത ടേം എന്തായിരിക്കും? 10. 10 ആകുമ്പോൾ 14, 10, 24 ഇങ്ങനെ പോയി അവസാനം എവിടെയാണ് അവസാനിക്കുക? How many terms will be there? Common terms will also form an AP with common difference. The product എന്നല്ല പറയണത്, LCM എന്നാ പറയണത്. അതിന്റെ കാരണം ഇതാണ്. ഇപ്പം ഇതിന്റെ കോമൺ ടേംസ് ഉണ്ടായിട്ടുള്ള AP ഇങ്ങനെയാണ് 4, 14, 24 എക്സെട്ര ആയിരിക്കും. പക്ഷേ ക്വസ്റ്റ്യൻ ഇങ്ങനെ അയച്ചോളൂ. സപ്പോസ് യു ഹാവ് എൻ AP ലൈക്ക് ദിസ്. ഒരു AP ഉണ്ട്. ഇപ്പം 2, ഇപ്പം ഇതിന്റെ കോമൺ ഡിഫറൻസ് 6 ആയിക്കോട്ടെ. 6ഉം 2ഉം 8, 8ഉം 6ഉം 14, 14ഉം 6ഉം 20 എക്സെട്ര. ഇതാണ് 6-ആണ് കോമൺ ഡിഫറൻസ്. അതേപോലെ വേറൊരു കോമൺ ഡിഫറൻസ് ഉണ്ട്. സപ്പോസ് D2 is 8 and it is starting with 4. 4 + 8 12, 12 + 8 20 എക്സെട്ര. ഇത് വേറൊരു AP ആണ്. അപ്പോൾ ഇതിൻ്റെ കോമൺ ടേംസിൻ്റെ AP-യുടെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? കോമൺ ടേംസ് AP. What is D of that? ഇത് 6 × 8 48 അല്ല. Why it is not 48? ഇതിൽ ഫസ്റ്റ് ടേം എന്താ? കോമൺ ടേംസ് കൊണ്ട് ഉണ്ടായിട്ടുള്ള AP-യുടെ ഫസ്റ്റ് ടേം എന്താ? 20 ആയിരിക്കും. It will start with 20. The next term will be what? 20 ആയിരിക്കില്ല, അല്ല 48 ആയിരിക്കില്ല. 6 8 48 അല്ല കോമൺ ഡിഫറൻസ് വരിക. 20 + 6 × 8 LCM ആയിരിക്കും. മനസ്സിലുണ്ടോ? 6 × 8 LCM എത്രയാ? 24 ആണ്. 24 ആകുമ്പോൾ നെക്സ്റ്റ് ടേം വിൽ ബി 44.
etc. Is that clear, മക്കളെ? ഒന്ന് റെസ്പോണ്ട് ചെയ്യും. കോമൺ ടേംസ് ഓൾസോ വിൽ ഫോം എൻ AP. അപ്പം കോമൺ ഡിഫറൻസ് പ്രോഡക്റ്റ് അല്ല എടുക്കേണ്ടത്. ഓഫ് കോഴ്സ് ഇഫ് ദേ ആർ കോപ്രൈം യു ഹാവ് ടു ടേക്ക് ദ പ്രോഡക്റ്റ്. ആ കോമൺ ഡിഫറൻസ് കോപ്രൈം ആണ്, യു ഹാവ് ടു ടേക്ക് ദ പ്രോഡക്റ്റ്. അതർവൈസ് യു ഷുഡ് നോട്ട് ടേക്ക് ദ പ്രോഡക്റ്റ്. റൈറ്റ്? ക്ലിയർ ആണോ? അത് സാധാരണഗതിയിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അവരോട് പഠിക്കുന്നത് കേട്ടോ. 20, 44 എക്സെട്ര കോമൺ ടേംസ്. അപ്പോൾ ഇതിൽ ചോദിക്കുക എങ്ങനെയാണ്? സിമ്പിളായിട്ടുള്ള ചോദ്യം എങ്ങനെയാണ്? 2, 4, 6, 8, 10 എക്സെട്ര അപ് ടു 100, 4, 9, 14, 19 എക്സെട്ര 149. ഇതിൽ കോമൺ ആയിട്ട് എത്ര ടേംസ് ഉണ്ട്? ഹൗ മെനി ടേംസ് ആർ കോമൺ? How many terms are there in common terms AP? ഈ കോമൺ ടേംസ് ആയിട്ടുണ്ടായിട്ടുള്ള എ പിയിൽ എത്ര ടേംസ് ഉണ്ടാവും? അപ്പോൾ ഇവിടെ നോക്കൂ, ഈ എ പി 100-ലാണ് അവസാനിക്കുന്നത്, ഈ എ പിയിൽ 149 അവസാനിക്കുന്നത്. അപ്പോൾ കോമൺ ടേംസ് 100-നേക്കാൾ കവിയാൻ പാടില്ല, അതിൽ ലീസ്റ്റിനേക്കാൾ കൂടാൻ പാടില്ല. അപ്പോൾ എന്താണ് ഇതിലെ nth ടേം? ഇത് 4 + n-1 into d. d എന്താ അവിടെ? 2, 5 ആണ് 10. 10 എന്തിനേക്കാൾ കൂടാൻ പാടില്ല? 100-നേക്കാൾ കൂടാൻ പാടില്ല. ഈസ് ദാറ്റ് ക്ലിയർ മക്കളെ? റെഡി അല്ലേ? അപ്പം n-1 into 10 should be less than or equal to 96 ആവണം. n-1 will be less than equal to 9.6 ആവണം. അപ്പം n is less than equal to 10.6 ആവണം, or n is equal to 10. Is that clear മക്കളെ? So there are n common terms of that AP. Right? അപ്പോൾ കോമൺ ടേംസ് എപ്പോഴും ഒരു ചോദ്യമാണ്, എല്ലാ എക്സാമിനേഷനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ജെഇക്ക് പ്രത്യേകിച്ച് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം വേണമെങ്കിൽ. കഴിഞ്ഞ ജെഇക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്തുള്ള നല്ല ചോദ്യമാണ്. നമ്പർ ഓഫ് ടേംസ് കോമൺ ഒന്ന് ഈ ക്വസ്റ്റ്യൻ ചെയ്യൂ. 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളാണ്. ഇത് എല്ലാ എക്സാമിനേഷൻ ചോദിക്കുന്നതാണുണ്ട്. നമുക്കൊന്ന് വേഗം ചെയ്യാൻ വെച്ചിട്ടാണ്. സിമ്പിളാണ്, നമുക്കൊന്ന് ചെയ്യാം ഈ ക്വസ്റ്റ്യൻ. ഒന്ന് ട്രൈ ചെയ്യും. നമ്പർ ഓഫ് കോമൺ ടേംസ് ഇൻ ദ പ്രോഗ്രഷൻസ് 4, 9, 14, 19 up to 21st term and 3, 6, 9, 12 up to 37th term. ഒന്ന് ട്രൈ ചെയ്യൂ മക്കളെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ. നമ്പർ ഓഫ് കോമൺ ടേംസ് ഇൻ ദ പ്രോഗ്രഷൻ. ഇതൊരു എ പി ആണ്, കണ്ടോ? 4, 9, 14 എ പി വിത്ത് കോമൺ ഡിഫറൻസ് 5. ഇതിൽ കോമൺ ഡിഫറൻസ് 5 ആണ്. D1 = 5. ഇനി ഈ ഡി എ പിയിൽ എന്താ? 3 ആണ്, കണ്ടോ? അപ്പൊ D2 = 3. ഓഫ് കോഴ്സ് 5ഉം 3ഉം കോപ്രൈം ആയതുകൊണ്ട് ദ കോമൺ ടേംസ് വിൽ അഗെയിൻ ഫോം എൻ എ പി വിത്ത് കോമൺ ഡിഫറൻസ്. എത്രയായിരിക്കും? 5 × 3 15 അല്ലേ? 15 ആയിരിക്കും കോമൺ ടേംസ് എ പിയുടെ കോമൺ ഡിഫറൻസ് 15 ആയിരിക്കും. Now what is the first term? ഒന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് അറിയാം? ഫസ്റ്റ് ടേം ഇസ് 9. കോമൺ ടേം 9 അല്ലേ? But start with 9. Simple ആണ് 9. കോമ 15 ആണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ 9 കഴിഞ്ഞാൽ the common term AP is 9,
15 ആണ് common difference. അപ്പോൾ 9 plus 15, 24 plus 15, 39 and so on. It goes on like that. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ 25th ടേം കാണണം. You have to find the 25th term. ഇതിൻ്റെ 25th ടേം കാണണം. What is that? 4 plus 24 into d ചെയ്യാം. എത്ര കിട്ടാം? 24 into 5, 120, 124. ഇത് 124 ആണ് അല്ലേ? 5 4 20, 124 അല്ലേ? 4 22, 5 2 10 into 12, 120 ആണ്, 124 ആണ്. ഇത് 37th term. What is 37th term? ഇതിൽ 37th term എന്താ? 3 plus 36 into d. d എത്രയാ? 3 ആണ്. അപ്പോൾ 6 is 18, carry 1, 37 1 10 plus 3. It is 111. 111. അപ്പോൾ ഇത് 111. അപ്പോൾ ഇത് 124 111. അപ്പം കോമൺ ടേംസിന്റെ nth ടേം ഒരിക്കലും എന്തിനേക്കാൾ കവിയാൻ പാടില്ല? ഒന്ന് ക്ലിയർ ചെയ്യോ? ഒന്ന് പറയൂ. ഹൗ മെനി ടേംസ് ആർ ദെയർ എന്ന് വേഗം പറയൂ. കോമൺ ടേംസ് എ പി തുടങ്ങുന്നത് 9-ലാണ്. 9, 24, 38, 39 എക്സെട്ര ഇങ്ങനെ പോകും. ആൻഡ് ദ nth ടേം ഓഫ് ദിസ് കോമൺ എ പി ഷുഡ് നോട്ട് എക്സീഡ്, ഒന്ന് കംപ്ലീറ്റ് ചെയ്യും, ഷുഡ് നോട്ട് എക്സീഡ്. ആദ്യത്തെ എ പി 124 അവസാനിക്കണം, രണ്ടാമത്തെ എ പി 111 അവസാനിക്കണം. അപ്പോൾ കോമൺ ടേംസ് കൊണ്ട് ഉണ്ടായിട്ടുള്ള എ പി എവിടെ ഇതിനേക്കാൾ കൂടാൻ പാടില്ല? 111 കൂടാൻ പാടില്ല. വെരി ഗുഡ് എക്സെട്ര 111 താഴെയാണ്. അപ്പോൾ nth term of the common AP should not be more than 111, right? അപ്പോൾ it is 9 plus n minus 1 into d. d എത്രയാ? 15. Should be less than or equal to 111. n minus 1 into 15 less than or equal to എത്രയാ? 111 9 കുറയ്ക്കാം. 111 9 കുറച്ചാൽ 102 അല്ലേ? 102 അല്ലേ? അതെ. അപ്പോൾ n minus 1 is less than equal to 102 by 15 അല്ലേ? 102 by 15. 102-നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 102-നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടാം? 105-നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 ആണ്. 6 point something അല്ലേ വരിക? അതെ, 6 point something. അപ്പോൾ n minus 1 less than equal to 6 point something, or n is less than equal to 7 point something. N is less than equal to 7 point something means n can go up to 7. So how many terms will be there common? 7 terms. 117 അങ്ങനെ 117 വരുമനെ 117 ഇല്ലല്ലോ. 111 ബൈ 111 9 അല്ലേ കുറയ്ക്കേണ്ടത്? അഭിനവ് n ഇവിടെ 111 അപ്പോൾ 9 പ്ലസ് 9 തുടങ്ങുന്ന 9 പ്ലസ് n മൈനസ് 1 15 ആണ് 115. ആ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അതന്നെ. അപ്പോൾ ഇവിടെ 9 പ്ലസ് അവിടെ 9 സബ്ട്രാക്ട് ചെയ്യല്ലേ വേണ്ടത്. അപ്പോൾ 111 n മൈനസ് 1 ഇസ് ലെസ് ദാൻ ഈക്വൽ ടു 102 ബൈ 15 അല്ലേ? 102 ബൈ 15 പ്ലസ് 1. ഓക്കെ, ശരി. ഓക്കെ, റൈറ്റ്. ഇത് 7 പോയിന്റ് സംതിങ്. ഓക്കെ, ഇതാ മതി. 102 പ്ലസ് 15 ചെയ്യുക, എന്നിട്ട് n അങ്ങോട്ട് എടുക്കുക. 6 പോയിന്റ് സംതിങ്. ഓർ n is less than equal to 7 പോയിന്റ് സംതിങ്. റൈറ്റ്, ശരി. n is less than equal to 7 പോയിന്റ് സംതിങ്. അപ്പോൾ n is equal to 7. നമ്പർ ഓഫ് ടേംസ് is equal to 7. ഇത് നല്ല ചോദ്യമാണ്, എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. Okay, that's all about AP. Next we'll discuss GP. GP though. We'll start GP. Geometric progression. Geometric progression concept എന്താ? Product
മൾട്ടിപ്ലൈ ചെയ്യാം. 2 2നോട് 2 മൾട്ടിപ്ലൈ ചെയ്യാം 4 4നോട് 2 മൾട്ടിപ്ലൈ ചെയ്യാം 8 8നോട് 2 മൾട്ടിപ്ലൈ ചെയ്യാം 16 16നോട് 2 മൾട്ടിപ്ലൈ 32 അല്ലെങ്കിൽ 2നോട് 1/2 മൾട്ടിപ്ലൈ ചെയ്യാം 1 അല്ലെങ്കിൽ 2നോട് 1/5 മൾട്ടിപ്ലൈ ചെയ്യാം 2/5 പിന്നെ 1/5 ഒക്കെ 2/5 സ്ക്വയർ. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക ഒരു പ്രത്യേക നമ്പർ, അതിനെയാണ് നമ്മൾ ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആഡ് ചെയ്യുക സബ്ട്രാക്ട് ചെയ്യുക അതാണ് AP, മൾട്ടിപ്ലൈ ചെയ്യുക ഡിവൈഡ് ചെയ്യുക അതാണ് GP. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പം ജനറൽ ആയിട്ടുള്ള GP എങ്ങനെയാ പറയാം? ജനറൽ GP is it is A, AR square, etc. നമ്മൾ പഠിച്ചു ജനറൽ AP എങ്ങനെയാ പറയാ? A plus D, A plus 2D, etc. ജനറൽ AP എങ്ങനെ പറയാ? A plus D, A plus 2D, etc. ജനറൽ GP എങ്ങനെ പറയാ? AR square, etc. ഇതിൽ 2 കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഇപ്പൊ any three terms in GP എങ്ങനെയാ പറയാ അറിയോ? നടുക്ക് A എഴുതാ, ഇവിടെ A/R എഴുതാ, ഇവിടെ AR എഴുതാ. ഇതാണ് any 3 terms in GP. അത് കാരണം മൾട്ടിപ്ലൈ ചെയ്താൽ 6 പോകും. any 3 terms in AP എങ്ങനെ പറയാ? A minus D, A plus D എന്നാ പറയാം. അതേപോലെ any 3 terms in GP എങ്ങനെയാ പറയാ? A/R, AR. ഓക്കെ, പക്ഷേ ജനറൽ ആയിട്ട് GP എങ്ങനെയാ പറയാം? AR സ്ക്വയർ. ഇതില് A ഒരിക്കലും 0 ആവാൻ പാടില്ല, R അതേ 0 ആവാൻ പാടില്ല. A should not be 0, R should not be 0. ഓക്കെ, ഇതിലെ ആദ്യത്തെ ഐഡിയ nth term of a GP. It is നോക്കൂ, സെക്കൻഡ് ടേം AR ആണ്, തേർഡ് ടേം AR സ്ക്വയർ ആണ്, ഫോർത്ത് ടേം AR ക്യൂബ് ആണ്, 10th ടേം AR⁻9 ആണ്. അപ്പം nth ടേം എന്താ? AR⁻n-1 ആണ്. This is nth term of a GP. രണ്ടാമത്, there is a formula for GP, SN, sum to n terms of a GP. It is A into R⁻n-1 by R-1 if mod R is bigger than 1, and A into 1 minus R⁻n by 1 minus R if mod R is less than. ഈ 2 ഫോർമുലാസ് ഓർക്കുക കേട്ടോ. Sum to n terms of a GP. Sum to n terms of a GP is Sn equals A into R⁻n. Actually, Sn വന്നാൽ actually ഇങ്ങനെയാണ്. What is Sn? Sn വന്നാൽ ഇങ്ങനെയാണ്. Sn is A plus AR plus AR square plus etc. നോക്കൂ, 3 ടേം ആകുമ്പോൾ AR⁻2 ആണ്, 5 ടേം ആണെങ്കിൽ അവസാനിക്കുക AR⁻4 ആണ്. അപ്പൊ nth ടേം ആണെങ്കിൽ അവസാനിക്കുക AR⁻n-1 ആണ്. ഓക്കെ, അപ്പൊ ഈ ഫോർമുലാസ് എങ്ങനെ കിട്ടും നോക്കാം. ഇത് എളുപ്പമാണ്. സെക്കൻഡ് ടേം നോക്കൂ AR അല്ലേ, തേർഡ് ടേം AR സ്ക്വയർ അല്ലേ, അപ്പൊ nth ടേം AR⁻n-1 ആവും. ഇതെങ്ങനെ പ്രൂവ് ചെയ്യാം? സപ്പോസ് എസ് ആണ് ഇതിന്റെ സം ടു n ടേംസ് ഉള്ളൂ, A plus AR plus AR square plus AR cube plus etc. ഇങ്ങനെ പോയിട്ട് അവസാനത്തെ ടേം എഴുതാം AR⁻n-1. അതിന് ജസ്റ്റ് ഇപ്പുറത്തെ ടേം എഴുതാം AR⁻n-2. ഇങ്ങനെ എഴുതാം. എന്നിട്ട് ഈ ഇക്വേഷനോടെ ഞാൻ R മൾട്ടിപ്ലൈ ചെയ്യും. യു മൾട്ടിപ്ലൈ ബോത്ത് സൈഡ്സ് വിത്ത് R. അപ്പോൾ R into S is equal to എന്ത് വരും? ഞാൻ ഇവിടെ കുറച്ചുകൂടി സ്കിഡ് ചെയ്തിട്ട് എഴുതാം AR. ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം AR പ്ലസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം AR സ്ക്വയർ, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ AR ക്യൂബ് പ്ലസ് എക്സെട്ര, ഇറ്റ് ഗോസ് ഔട്ട് ലൈക്ക് ദാറ്റ്. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ AR⁻n-2 n-1 പ്ലസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ AR⁻n. ഒന്ന് സ്കിഡ് ചെയ്തിട്ട് എഴുതാം. അപ്പൊ ഇവിടെ സ്കിഡ് ചെയ്യുമ്പോൾ അവിടെ ഒന്ന് അങ്ങോട്ട് തള്ളി നിൽക്കും, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്യാം, ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ അല്ലേ സബ്ട്രാക്റ്റഡ് ആവാം. അപ്പോൾ ഇവിടെ സബ്ട്രാക്ട് ചെയ്യുമ്പം എന്താ കിട്ടുക? ഞാൻ ഇങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുന്ന റിസൾട്ട് കിട്ടും, ഇവിടെ അങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്താൽ വേറെ റിസൾട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്യുന്ന എന്താ കിട്ടുക? S into 1 minus R, S minus RS, എസ് പുറത്തേക്ക് ഇവിടെ 1 minus R is equal to എന്താ പറയുക? ഈ AR ഒക്കെ വെട്ടിപ്പോവും, ഇവിടെ തൊട്ട് ഇതുവരെയുള്ള ടേം വെട്ടിപ്പോവും.
അപ്പോൾ എന്താണ് ഈ ടേം ബാക്കി ഉണ്ടാവും എ മൈനസ് ഈ ടേം ബാക്കി ഉണ്ടാവും അല്ലേ എ ആർ റേസ് ടു എൻ അത്രയേ ഉള്ളൂ. അപ്പോൾ വാട്ട് ഈസ് എസ്? ഇറ്റ് ഈസ് എ ഇൻറ്റു 1 മൈനസ് ആർ റേസ് ടു എൻ ബൈ 1 മൈനസ്. ഇത് തിരിച്ചാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഓർ യു ക്യാൻ സേ എസ് ഈക്വൽസ് എ ഇൻറ്റു ആർ പവർ എൻ മൈനസ് 1 ബൈ ആർ. എന്തുകൊണ്ടാണ് ഈ രണ്ട് ഫോമുല ഒന്ന് തന്നെയാണ്, പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് ഫോമുല വേർതിരിക്കുന്നത് വെച്ചാൽ ഈ ആറ് ഇൻഫിനിറ്റിയിലേക്ക് പോകണമെന്ന് വെച്ചോളൂ. സപ്പോസ് ആർ ഇസ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി. സർ എ ആർ പവർ എൻ മൈനസ് 1 ചേഞ്ച് ടു എ ആർ പവർ എൻ അല്ലേ? അതെ, എ ആർ അതായത് ഇത് നോക്കൂ, ഇതാണ് ഇവിടെയാണ്, ഇതാണ് ഇതാണ്. എ ആർ റേസ് ടു എൻ മൈനസ് 1 ആണ്, എ ആർ റേസ് ടു എൻ ആണ്. മനസ്സിലായോ? ഇതാണ് എ ആർ റേസ് ടു എൻ മൈനസ് 2 ആണ്, എ ആർ റേസ് ടു എൻ മൈനസ് 1 ആണ്. റൈറ്റ്? ഓക്കെ. അപ്പൊ ഇവിടെ രണ്ട് ഫോർമുലാസ് ഉണ്ട്. യു ക്യാൻ ഹാവ് ദിസ് ഫോർമുല ഓർ ദിസ് ഫോർമുല. If r is bigger than 1, you have to use that formula, a into r raised to n minus 1 by r minus 1. If r is less than 1, you have to use this formula. ഇതിന് ഉപയോഗം എന്താ വെച്ചാൽ ഞാനൊരു കാര്യം പറയാം. ഈ n r ഒന്നിനേക്കാൾ കുറവായി വെച്ചു. If r is less than 1, നോക്കൂ ഞാൻ പറയട്ടെ, ഇപ്പോൾ 1/2 raised to n, 1/2 raised to n. ഇപ്പോൾ 1/2 n 1 ആണെങ്കിൽ 1/2 raised to 1 1/2 ആണ് അല്ലേ? n 1 ആണെങ്കിൽ ഇത് 1/2 ആണ്. n 2 ആണെങ്കിലോ ഇത് 1/2 സ്ക്വയർ ആണ്. n 3 ആണെങ്കിലോ 1/3 2 ക്യൂബ് ആണ്. n 5 ആണെങ്കിലോ 1/2 റേസ് ടു 5 ആണ്. അപ്പൊ n ഇങ്ങനെ കൂടുമ്പം ഡിനോമിനേറ്റർ ഇങ്ങനെ കൂടും. അപ്പൊ ഡിനോമിനേറ്റർ കൂടുമ്പോൾ എന്താവും? മൊത്തം സാധനം ഇങ്ങനെ കുറയും. 1/2 സ്ക്വയർ, 1/2 ക്യൂബ്, 1/2 റേസ് ടു 5, 1/2 റേസ് ടു 6, 1/2 റേസ് ടു 100. അപ്പൊ താഴെ ഇങ്ങനെ വലുതാവും. താഴെ വലുതാവുമ്പോൾ സംഭവം ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പൊ അതായത് ആസ് n becomes bigger, denominator becomes bigger, so that the whole value becomes smaller, so that as n goes to infinity, n ഏറ്റവും വലുതാവുമ്പോൾ 1/2 raised to n എങ്ങടാ പോവാ? will go to 0. എന്ന് വെച്ചാൽ ഈ r ഈ സാധനം, ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളത്തെ സാധനം ഒന്നിനേക്കാൾ കുറവാണെങ്കിൽ പവർ റേസ് ചെയ്യുമ്പോൾ അതിങ്ങനെ കുറഞ്ഞു വന്ന് അവസാനം ഇല്ലാതെയാവും ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ഒന്നിനേക്കാൾ ബിഗർ വെച്ചോളൂ. ഇപ്പോൾ 2 വെച്ചോളൂ. 2 ആണെങ്കിൽ 2ന്റെ പവർ എന്താ? 2 സ്ക്വയർ എന്താ? 4 ആണ്. 2 ക്യൂബ് എന്താ? 8 ആണ്. വീണ്ടും ഇങ്ങനെ വലുതാവുക ചെയ്യും. പക്ഷെ 1നേക്കാൾ താഴെയുള്ള സാധനം സ്ക്വയർ ചെയ്യുമ്പോഴും ക്യൂബ് ചെയ്യുമ്പോഴും ഒക്കെ കുറയുന്നുണ്ട്. ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഇല്ലാതെ. അതായത് r raised to n will tend to 0 as n tends to infinity if mod r is less than 1. ഇതാണ് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. അതായത് mod r ഒന്നിനേക്കാൾ കുറവാണെങ്കിൽ, if mod r is less than 1, r to the power n will vanish as n tends to infinity. അതുകൊണ്ടാണ് നമുക്ക് ഈ ഫോർമുല വേണം തന്നെ പറയുന്നത്. അപ്പൊ ഈ ഫോർമുലയിലാണ് നമ്മൾ, അപ്പൊ ഈ ഫോർമുല എന്താവും? This is the case when mod r is less than 1. But what will be s infinity? S infinity പോകുമ്പോൾ ഈ r raised to n ഇല്ലാതെയാവും. The formula will be a by 1 minus r. A into 1 minus 0 by 1 minus r. It will be a by 1 minus r. അപ്പോൾ you have 3 formulas. ഏതൊക്കെ formulas? ഒന്നാമത്തെ ഫോർമുല an equals a r raised to n minus 1. രണ്ടാമത്തെ ഫോർമുല ഇത് രണ്ടും. മൂന്നാമത്തെ ഫോർമുല, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർമുല, s infinity equals sum to infinity of a geometric series. s infinity equals എന്താ s infinity ഫോർമുല? ഇതിൽ കൊടുക്കാം. ഈ r raised to n ഇല്ലാതെയാവും. It will be a by 1 minus r. It works only for the case when mod r is less than 1. For sum to infinity of a geometric series will work only for the case when mod r is less than 1. അപ്പോൾ എപ്പോഴും അതെ, ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പം സം ടു ഇൻഫിനിറ്റി ഫൈനൈറ്റ് ആവണമെങ്കിൽ എന്തായാലും r ഒന്നിനേക്കാൾ കുറവാണ്. r 1നേക്കാൾ കുറവാണ്. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പോൾ ഇവിടെ ഒരു റിയൽ ലൈൻ വെച്ചോളൂ. ഇത് 0 ആണ്, ഇത് 1 ആണ്, ഇത് 2 ആണ് വെച്ചോളൂ. ഈ ഒരു ചാട്ടക്കാരൻ, ആദ്യത്തെ ചാട്ടം 1 ആണ്,
പിന്നത്തെ ചാട്ടം എത്രയാണോ ചാടുന്നത് അതിൻ്റെ പകുതി ചാട് വെച്ചോളൂ. അതായത് ആദ്യത്തെ ചാട്ടം 1 ആണ്, പിന്നെ ചാടുക അതിൻ്റെ പകുതി 1/2, പിന്നെ ചാടുക അതിൻ്റെ പകുതി, പിന്നെ ചാടുക അതിൻ്റെ പകുതി, പിന്നെ ചാടുക അതിൻ്റെ പകുതി. എത്ര ചാടിയായാലും 2ൻ്റെ അപ്പുറത്തേക്ക് പോകില്ല. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ചാട്ടം ചാടിയാലേ അത് 2 ആവുള്ളൂ. മനസ്സിലായോ? അതായത് ഇപ്പോൾ 1 + 1/2 + 1/2 സ്ക്വയർ + 1/2 ക്യൂബ് + 1/2⁴ പ്ലസ് എക്സെട്ര എത്രയായാലും ഇങ്ങനെ കുറഞ്ഞ് അവസാനം ഇങ്ങോട്ടേക്ക് പോവാതെ ഇറ്റ് വിൽ ടെൻഡ് ടു 2. അപ്പോൾ ഇതിന്റെ വാല്യൂ എന്താ പറയുന്നത്? ഇറ്റ് ഇസ് ജി പി അപ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ അപ് ടു ഇൻഫിനിറ്റി വരെ കൂട്ടുമ്പോൾ ദ വാല്യൂ വിൽ ബി സം ടു ഇൻഫിനിറ്റി വാല്യൂ ഉണ്ടാവും. 1 + 1/2 പിന്നെ അങ്ങനെ പോയിട്ട് അവസാനം ഇതിന്റെ പകുതി അവസാനം ഇറ്റ് വിൽ മേർജ് വിത്ത് 2. ഇൻഫിനിറ്റി വരെ ചാടിയാലേ അത് 2 ആവുള്ളൂ. അപ്പോൾ അതാണ് ഇതിന്റെ പ്രാക്ടിക്കൽ ഓർഗാനിക് വേ ഓഫ് ലേണിംഗ് ദിസ്. അപ്പോൾ 1 + 1/2 + 1/2 സ്ക്വയർ + 1/2 ക്യൂബ് + 1/2⁴ എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി വരെ പോകുമ്പോൾ എന്തായിരിക്കും വാല്യൂ? ഇറ്റ് ഇസ് a/1 - r. അതാണ് ഫോർമുല. a/1 - r 1/1 - 1/2. ഇൻഫിനിറ്റിക്ക് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസം വരും. അതുകൊണ്ട് ശ്രദ്ധിക്കാം. 1 - 1/2 ആകുമ്പോൾ എന്താ വരിക? 1/1/2 the value will be 2. കണ്ടോ? 2ലേക്ക് എത്തും. അപ്പൊ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിക്കാം, 1.99 ആകുമ്പോൾ എത്ര ചാടണം? ഇറ്റ് വിൽ ബി വെരി ബിഗ് അല്ലേ? 2ന്റെ ജസ്റ്റ് ഇപ്പുറത്താണെങ്കിൽ നമ്പർ ഓഫ് ചാട്ടം ഡിഫൈൻഡ് ആണ്. പക്ഷെ 2 ആകുമ്പോൾ എന്താ? ചാട്ടം ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ചാട്ടം ചാടിയാലേ അത് 2 ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് 3 ഫോർമുലാസ്. ജി പിയുടെ പ്രത്യേകത, ജി പിയുടെ 3 പ്രോപ്പർട്ടീസും കൂടി പഠിക്കാം. എന്തൊക്കെയാ? x1, x2, x3, x4. ഇത് ജി പി ആണെങ്കിൽ യു ഹാവ് x1 + x4 അല്ല x1 × x4, x1 × x4, x2 × x3 സെയിം ആയിരിക്കും. നമ്മൾ എ പിയുടെ കേസിലെ സം ആണ് ഈക്വൽ, ജി പിയുടെ കേസിലെ പ്രോഡക്റ്റ് ആണ് ഈക്വൽ. അപ്പം ഇതിപ്പോ ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണ്. ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ് ചോളൂ. x1, x2, x3, x4, x5. ഇത് ജി പി ആച്ചോളൂ. അപ്പൊ ഇത് ജി പി ആണെങ്കിൽ എന്താ വരിക? x1 × x5 will be equal to x2 × x4 and it will be equal to x1 ഉം x5 കൂടി മൾട്ടിപ്ലൈ ചെയ്താലും x2 ഉം x4 കൂടി മൾട്ടിപ്ലൈ ചെയ്താലും x3² കൂടി ഈക്വൽ ആണ്. അപ്പം എ പിയിലാവുമ്പോൾ മിഡിൽ ടേമിന്റെ ഡബിൾ ആണ് n ടേംസിന്റെ സം. ജി പിയിലാവുമ്പോൾ മിഡിൽ ടേമിന്റെ സ്ക്വയർ ആണ് n ടേംസിന്റെ പ്രോഡക്റ്റ്. ഓർത്തൂടെ? റൈറ്റ്? അപ്പം അതൊരു ഇമ്പോർട്ടൻ്റ് ഐഡിയാണ്. a, b, c ഇത് ജി പി ആണെങ്കിൽ എന്താ കണ്ടീഷൻ? b² = ac. വേണമെങ്കിൽ പറയാം b/a-യും c/b-യും ഈക്വൽ ആവണം അല്ലേ? b/a-യും c/b-യും ഈക്വൽ ആവണം. അതാണ് ഇതിന്റെ കോമൺ റേഷ്യോ അല്ലേ? അപ്പൊ അല്ലെങ്കിൽ b² ac ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ജി പിയുടെ ജി പിയുടെ ആ 3 ഫോർമുലാസ് അവർക്ക് ജി പിയുടെ പ്രോപ്പർട്ടീസ് ഉപയോഗിക്കാം. ജി പിയുടെ പ്രോപ്പർട്ടി എന്താ? n ടേംസിന്റെ പ്രോഡക്റ്റ് മിഡിൽ ടേമിന്റെ സ്ക്വയർ ആവണം. n ടേംസിന്റെ പ്രോഡക്റ്റ് മിഡിൽ ടേംസിന്റെ സ്ക്വയർ ആവണം. പിന്നെ എല്ലാ ടേംസും ഈക്വൽ ആയ സെയിം ആയാൽ കോമൺ റേഷ്യോ 1 ആയിരിക്കും. ഓക്കെ, ഇപ്പം ഒരു കോമൺ റേഷ്യോ ഒന്നിനേക്കാൾ ബിഗർ ആണ് ചോദിക്കും. ഒന്നിനേക്കാൾ ബിഗർ ആണെങ്കിൽ അത് ഇൻക്രീസിങ് ജി പി ആവും. കോമൺ റേഷ്യോ പോസിറ്റീവ് ആണെങ്കിൽ ജി പി ഓഫ് പോസിറ്റീവ് ടേംസ് ആയിരിക്കും. കോമൺ റേഷ്യോ നെഗറ്റീവ് ആണെങ്കിൽ ഓർഡർ ടേംസ് വിൽ ബി +-+-. എ പോസിറ്റീവ് ആണ്, ആർ പോസിറ്റീവ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻക്രീസിങ് ജി പി. ആർ > 0 1 ആണെങ്കിൽ ഇൻക്രീസിങ് ജി പി. ആർ <1 ആണെങ്കിൽ ഡിക്രീസിങ് ജി പി ആവും. ഓക്കെ, വിൽ ഡിസ്കസ് ക്വസ്റ്റ്യൻസ് ടുമോറോ. ജി പിയിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ഡേ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പം കഴിയുന്നതും ക്വസ്റ്റ്യൻസ് കുറച്ച് ചെയ്തു വരിക. എന്താണ് NCERT-യിലുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്യുക, എക്സാമ്പിൾ ചെയ്യുക, എക്സസൈസ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു. ബൈ. Tomorrow we'll discuss geometry progression.